ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ചിരട്ടയിൽ ഒരു പെയിൻറ്റിങ് ചെയ്യാം. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് ചിരട്ട. അപ്പം ഞാൻ ദാ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതേപോലെ വായ് ഭാഗം കുറവുള്ള ചിരട്ട നോക്കിയെടുക്കാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ കുറച്ച് തേങ്ങയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത്. കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം. ഫുള്ളായിട്ട് പോക്കണമെന്നും ഇല്ല, നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ എല്ലാം ഒരേ നിരയിൽ കിട്ടുന്ന രീതിയിലാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ചിരട്ട ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ എല്ലായിടത്തും സെയിം ലെവലിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ചിരട്ടയുടെ ബാക്ക് സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ചിരട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സർഫസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം പേപ്പറിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ എടുക്കുന്ന ബ്രഷ് എടുക്കാതിരിക്കുക. അപ്പോൾ ബ്രഷ് ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ നല്ലോണം ഇതിലിങ്ങനെ അമർത്തി പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അല്ലാതെ ഒരു പഴയ ബ്രഷോ മറ്റോ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഒറ്റ കോട്ട് മാത്രമേ ഞാൻ വൈറ്റ് കളർ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു സന്ധ്യാസമയത്തുള്ള സീനറിയാണ് വരച്ചത്. ഒരു മരക്കൊമ്പും 2-3 പാറയും ഒരു ഊഞ്ഞാലും ഒക്കെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. ആദ്യം പെൻസിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഹെൽപ്ഫുള്ളാവും. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് റോസ് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിരട്ടയുടെ മുകൾ ഭാഗത്ത് മരക്കൊമ്പിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ലെയർ ഒന്ന് അടിച്ചു കൊടുക്കാം. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലാക്ക് കളർ കൊണ്ട് വരച്ചിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് മാഞ്ഞു പോകുന്നുണ്ട്, എന്നാലും ജസ്റ്റ് നമുക്ക് ആ വര കാണാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് ആ മരക്കൊമ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ചിരട്ട ആയതുകൊണ്ട് ബ്രഷ് വെച്ചിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി പോകുന്നുണ്ട്. അപ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. പിന്നെ സൈഡിലുള്ള വലിയ പാറയിലും സെൻറ്ററിലുള്ള 2 കുഞ്ഞി പാറകളിലും നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. ഗ്രീൻ വെച്ചിട്ട് മരക്കൊമ്പിലെ ഇലകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ലൈറ്റ് ഓറഞ്ച് എടുത്തിട്ട് ആ റോസ് കളറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് അടിച്ചു കൊടുക്കാം. സന്ധ്യാസമയം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു സന്ധ്യയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ലെയർ ലൈറ്റ് റെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ വീണ്ടും ലൈറ്റ് ഓറഞ്ച് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മറ്റേ കളറിനോട് ബ്ലെൻഡ് ചെയ്തെടുക്കണം, വേറെ ആയിട്ട് തോന്നാൻ വേണ്ടി പാടില്ല. ആ ലൈറ്റ് റെഡിൽ ഞാൻ യെല്ലോ കളർ വെച്ചിട്ടൊരു സൂര്യനെ വരയ്ക്കുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ റെഡിയായി നിൽക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത്. ഇനി ഈ സൂര്യൻ്റെ പ്രതിബിംബം കടലിലുണ്ടാവുമല്ലോ, അതാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി, യെല്ലോ വെച്ചിട്ട് തന്നെ. പിന്നെ ഞാൻ ഊഞ്ഞാലിൽ ബ്ലാക്ക് പെയിൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൈ ബ്ലൂ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ടുള്ള ബാക്കി ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ചിരട്ട കൊണ്ട് നമ്മളൊരു അടിപൊളി ഷോപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു അടപ്പ് വെച്ചിട്ടൊരു സ്റ്റാൻഡ് പോലെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. നമ്മുടെ ഈ പെയിൻറ്റിങ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.